എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ തംബ്നെയിലൊക്കെ കണ്ട പോലെ തന്നെ ഹെയർ കെയർ ടിപ്സ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻ്റെ ഒരു ഹെയർ കെയർ ജേർണിയിൽ നിന്ന് എടുത്ത കുറച്ച് ടിപ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഒരു 10 ടിപ്സ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പോകാം. അപ്പം ആദ്യം തന്നെ ഹെയർ ഗ്രോത്ത് എന്നുള്ളത് പാരമ്പര്യമായിട്ടും കണക്റ്റഡ് ആണ് കേട്ടോ. അതുകൊണ്ട് ചിലവർക്കൊക്കെ മുടി അവർക്ക് ഇഷ്ടമല്ലായിരിക്കും. മുടി നന്നായിട്ട് വെട്ടും, പക്ഷെ എന്താവും, മുടി അപ്പം തന്നെ വളരുന്നതും കാണാം. അതൊക്കെ പാരമ്പര്യമായിട്ടാണ്. അതുപോലെ ചിലവർ കഴിക്കുന്ന ഫുഡ് മൊത്തം കാണുന്നത് അവരുടെ ഹെയറിലായിരിക്കും. അപ്പം അങ്ങനെ പാരമ്പര്യമായിട്ടും ഹെയർ ഗ്രോത്ത് കണക്റ്റഡ് ആണ് കേട്ടോ. പക്ഷേ എങ്കിൽ മുടി നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്ന് പറഞ്ഞാൽ മുടിയിൽ നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പം ഒരു ആദ്യത്തെ ടിപ്പ് എന്നുള്ളത് ഞാൻ പറയുന്നത്, നമ്മൾ കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഇപ്പം തന്നെ അത് ഞാൻ പറയുന്ന ഈ ഒരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മളിപ്പോൾ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് പുറത്ത് കുറേ പാക്ക് അപ്ലൈ ചെയ്യും. അത് മാത്രം പോരാ, നമ്മൾ അകത്തോട്ടും നമ്മൾ എന്താ പറയുക ഫുഡിലും നമ്മൾ ചില മാറ്റങ്ങൾ വരുത്തണം. അതായത് വീക്ക്ലി ചീര, മുരിങ്ങ, അതുപോലെ നെല്ലിക്ക, പിന്നെ മുട്ടയുടെ നമ്മൾ വെള്ളയാണ് കഴിക്കുക. വേവിച്ചതൊക്കെ ആണെങ്കിൽ വെള്ളയാണ് കഴിക്കുക. മഞ്ഞ നമ്മൾ അധികം പേരും കഴിക്കാറില്ല. പക്ഷെ ഈ മഞ്ഞയിലാണ് കൂടുതൽ പ്രോട്ടീൻ ഉള്ളത്, മുടി വളരാനുള്ളത്. അതുകൊണ്ട് തന്നെ വേവിച്ച മുട്ട ഒരു 2 എണ്ണം വീക്ക്ലി, അങ്ങനെ വീക്ക്ലി നമ്മൾ ഈ ഒരു ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മുടെ ഫുഡിൽ വരുന്നുണ്ടോ എന്നുള്ളത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്ത് നന്നായിട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്യും. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ചൂടുകാലമാണ്. മുടി നന്നായിട്ട് കൊഴിയാനും, അല്ലെങ്കിൽ ഈ ഒരു ചൂടുകാലം സമ്മർ കഴിഞ്ഞതും മുടി നന്നായിട്ട് കൊഴിയാനുള്ള ചാൻസും ഉണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ മുടി നന്നായിട്ട് ഹീറ്റ് ആവുകയാണ്, തല നന്നായിട്ട് ചൂടാവുകയാണ് അല്ലേ. ആ ഒരു സമയം നമ്മൾ ഉലുവയുടെ പാക്ക്, അതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ കുറേ യൂട്യൂബേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടാവും. അപ്പോൾ ഉലുവയുടെ പാക്ക്, ചെമ്പരത്തി താളി, ഇതൊക്കെ തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഒരു 10 മിനിറ്റ് മാത്രമേ വെക്കേണ്ടതുള്ളൂ കേട്ടോ. കൂടുതൽ നേരം വെച്ചാൽ ചിലവർക്ക് ജലദോഷമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഷാമ്പു നീർവീര്യമാക്കിയിട്ട് മാത്രം തലയിൽ ഉപയോഗിക്കുക. അതായത് നമ്മൾ ഡയറക്റ്റ് ഷാമ്പു എടുത്തിട്ട് തലയിൽ തേക്കാതെ നമ്മൾ എന്താ പറയുക, കുറച്ച് വെള്ളത്തിൽ ഷാമ്പു ഇട്ടിട്ട് പതപ്പിച്ചിട്ട് തലയിൽ അപ്ലൈ ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മൾ വീക്ക്ലി ഒരു 1 അവർ എങ്കിലും മുടി നോക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം, എത്ര തിരക്കുള്ളവരാണെങ്കിലും. അതുപോലെ ഡെയിലി ഒരു 10 മിനിറ്റ് എങ്കിലും മുടിക്ക് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തണം. ഒരു സിമ്പിളായിട്ട് ഒരു ഹെയർ ഗ്രോത്തിൻ്റെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, മുടി ഈവൻ രാത്രി സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പകൽ സമയം ഫ്രീ ആയി കിട്ടുമ്പോൾ മുടി നന്നായിട്ട് കൈ വെച്ച് വേർപെടുത്തുക. അതിനുശേഷം ചീർപ്പ് വെച്ചിട്ട് നന്നായിട്ട് വാരുക. എന്നിട്ട് മുടി നല്ല രീതിയിൽ കെട്ടിവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുടി നന്നായിട്ട് വളരാനുള്ള ചാൻസ് ഉണ്ട്. അത് മുടി വാരുന്ന സമയം നമ്മൾ എന്ത് ചെയ്യുക, മുടിക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് മാത്രം താഴത്തെ മുടി ചിക്കൽ വേർപെടുത്തുക, അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ മുടിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. വീക്ക്ലി അതുപോലെ ഒരു 1 അവർ എങ്കിലും മുടിക്ക് വല്ല പാക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു സമയവും നിങ്ങൾ കണ്ടെത്തണം. ഡെയിലി ഒരു 10 മിനിറ്റ് എങ്കിലും മുടിക്ക് വേണ്ടി സമയം കണ്ടെത്തണം. നാലാമത്തെ കാര്യം, ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ അനുസരിച്ച് നമുക്ക് മുടി കൊഴിയാനുള്ള ചാൻസസ് ഉണ്ട്. മുടി കൊഴിഞ്ഞോട്ടെ, അതിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. ബേബി ഹെയർസ് വളരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ബേബി ഹെയർസ് എന്ന് പറഞ്ഞാൽ അത് കണ്ടില്ലേ, ഇപ്പോൾ എൻ്റെ മുടിയൊക്കെ വർഷത്തിലൊരിക്കൽ നല്ല രീതിയിൽ കൊഴിയും കേട്ടോ. പക്ഷെ ഞാൻ ശ്രദ്ധിക്കുക ബേബി ഹെയർസ് വളരുന്നുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബേബി ഹെയർസ് വളരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അങ്ങനെ ബേബി ഹെയർസ് വളരുന്നില്ലെങ്കിൽ അത് വളരാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ചെയ്യണം. ഇപ്പം നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തല മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്താവും, അവിടുത്തെ സുഷിരങ്ങളൊക്കെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ തുറന്നിട്ട് മുടി വളരാനുള്ള സാധ്യത കൂട്ടുന്നു. അപ്പം അത് നന്നായിട്ട് ശ്രദ്ധിക്കാം. അടുത്തത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയാം, മുടി വെട്ടുന്നത്. നമുക്കൊരു പതിവുണ്ട്, നമ്മൾ എത്ര മാസം കൂടുമ്പോഴാണ് മുടി വെട്ടേണ്ടത്, മുടി വളരുമ്പോൾ. ഇപ്പോൾ മുടി വെട്ടുന്നത് ആദ്യം ഇപ്പോൾ മുടി വെട്ടുവാണെങ്കിൽ നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരുടെ അടുത്ത്, അത്രയും വിശ്വാസമുള്ളവരുടെ അടുത്ത് മാത്രം മുടി കൊണ്ടുപോയിട്ട് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഹെയർ എൻ്റെ അമ്മടുത്ത് മാത്രമാണ് വെട്ടാൻ വേണ്ടി കൊടുക്കാറ്. അതും ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോൾ മുടിയുടെ അറ്റം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കത്രിക വെച്ച് തട്ടിക്കുകയാണ് ചെയ്യാറ്. പിന്നെ എന്നോട് എല്ലാവരും മുടി ഒപ്പമാക്കാൻ വേണ്ടി പറയും, മുടി ചെറുതും വലുതുമായിട്ട് കിടക്കുന്നത്. അതിൻ്റെ കാരണം പറഞ്ഞാൽ എൻ്റെ ഈ 2 സൈഡിലുള്ള മുടിയുടെ ലെങ്ത്ത് കൂടുതലാണ്, നടുവിലുള്ള മുടിയുടെ ലെങ്ത്ത്
കമ്മിയാണ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒപ്പം വെട്ടുകയാണെങ്കിൽ മുടി നന്നായിട്ട് കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മുടി അങ്ങനെ വെട്ടാത്തത്. പിന്നെ എനിക്ക് മുടി നന്നായിട്ട് കട്ട് ചെയ്താൽ വളരാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഒപ്പം വെട്ടാതെ ജസ്റ്റ് മുടിയുടെ അറ്റം ഇങ്ങനെ എന്താ പറയുക കട്ട് ചെയ്ത് കൊടുക്കാറ്. അപ്പോൾ മുടി വെട്ടുന്ന സമയം നമുക്ക് വിശ്വാസമുള്ളവരുടെ കയ്യിൽ മുടി കൊടുക്കുക. പിന്നെ കുറേ പേര് കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു ട്രീറ്റ്മെൻ്റ് ആണോ എന്ന് കൂടി നോക്കണം. ഇപ്പോൾ ഒരു കൊല്ലം നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു, അടുത്ത കൊല്ലം നമുക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ മുടി കൊഴിയും. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ നാച്ചുറൽ റെമഡീസ് മാത്രം ഉപയോഗിച്ചിട്ട് ഹെയർ ഗ്രോത്ത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുകയാണ്, ഇപ്പോൾ നമ്മൾ പോയി എന്തെങ്കിലും ബ്യൂട്ടി പാർലറിൽ ചെയ്യുകയാണ്, പിന്നീട് നമുക്കത് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ മുടി നന്നായിട്ട് കൊഴിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതലും ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അടുത്തത് കുളിക്കുന്ന രീതിയാണ്. ഇപ്പം എത്രാമത്തെ ടിപ്പായി? 1 2 3 4 5 6. ഓക്കെ, ആറാമത്തെ ടിപ്പാണ് കേട്ടോ. നമ്മൾ കുളിക്കുന്ന രീതി പറഞ്ഞാൽ മുടി പെട്ടെന്ന് ഉണങ്ങുന്ന ടൈപ്പൊക്കെ ആണെങ്കിൽ എപ്പോഴും കുളിക്കുക. കാരണം മുടി പെട്ടെന്ന് ഉണങ്ങുമല്ലോ. മുടി ഉണങ്ങിയ ശേഷം മാത്രമേ മുടി ചീർപ്പ് വെച്ചൊക്കെ വാരി കെട്ടി വെക്കാവൂ. അല്ല, ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം മുടി ഉണങ്ങാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ദിവസം ഗ്യാപ്പ് വിട്ടിട്ടാണ് തല നനയ്ക്കാറുള്ളത്. നമ്മളിപ്പോൾ എപ്പോഴും കുളിക്കണം എന്നൊന്നും, എപ്പോഴും കുളിച്ചാലേ മുടി വളരുള്ളൂ, അതുപോലെ എപ്പോഴും കുറേ എണ്ണ അങ്ങോട്ട് തേച്ചാലേ മുടി വളരുള്ളൂ, ഇതൊക്കെ തെറ്റാണെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. കാരണം മുടി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, വളരുന്ന ഒരു കുഞ്ഞു ചെടി വളർന്നതിൽ നമ്മൾ കുറേ വെള്ളവും കൂടെ ഒഴിച്ചെന്ന് പറഞ്ഞാൽ ചെടിയുടെ വേര് അളിഞ്ഞു പോകും. പിന്നെ അവിടെ ആ ചെടി വളരില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹെയറും. അതുപോലെ എണ്ണയൊക്കെ നമ്മൾ തേക്കുകയാണെങ്കിൽ നമുക്ക് വീക്കിലി ഒരിക്കൽ നമുക്ക് മുടിയിൽ എണ്ണ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് ആ എണ്ണ കഴുകി കളയാം. നമ്മുടെ തലയിൽ ഓൾറെഡി മെലാറ്റിൻ എന്നുള്ളൊരു ഗ്രന്ഥി എണ്ണ ഡെയിലി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ എപ്പോഴും എണ്ണ തേക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു 3 to 4 ഡ്രോപ്സ് വരെ എണ്ണ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് തലയിൽ ഇങ്ങനെ തേച്ച് എല്ലാവരുടെയും മസാജ് ചെയ്യുക. പോരാന്ന് തോന്നിയാൽ വീണ്ടും, അല്ലാതെ കുറേ എണ്ണ അങ്ങോട്ട് എടുത്ത് തേക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം ഗ്യാപ്പ് വിട്ട് കുളിക്കുക. ഡെയിലി കുളിക്കുകയാണെങ്കിൽ കുളിക്കാം, പക്ഷെ മുടി ഉണക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കൂടി നമ്മൾ കണ്ടെത്തുക. അങ്ങനെ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ പറയുന്നത് മുടി ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആണ് കേട്ടോ. അല്ലാതെ ഓൾറെഡി വളർന്നവരുടെയൊക്കെ ആണെങ്കിൽ ഞാൻ പറയുന്ന ഒരു ടിപ്സ് ഒന്നും പറ്റത്തില്ല. അപ്പം അതാണ് ഞാൻ എൻ്റെ ഒരു ഹെയർ കെയർ ജേർണിന്നാണ് ഈ ടിപ്സൊക്കെ എടുത്തേക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ദിവസം ഇടവിട്ട് കുളിക്കുക. എണ്ണയൊക്കെ നമ്മൾ വേണ്ട അളവിൽ മാത്രം തലയിൽ തേക്കാം. നെക്സ്റ്റ് വൺ, ഏഴാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ കൂടുതലും മുടി ഇങ്ങനെ വിരിച്ചിട്ടിട്ടാണ് ഇപ്പോൾ പോവാറ്. പുറത്തു പോകുമ്പോൾ ആയിക്കോട്ടെ, എവിടെ പോകുമ്പോഴായിക്കോട്ടെ, അങ്ങനെ എപ്പോഴും മുടി വിരിച്ചിടാതെ മാക്സിമം മുടി കെട്ടി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒക്കേഷണലി നമ്മൾ എവിടേക്കെങ്കിലും പോവുകയൊക്കെ ആണെങ്കിൽ മുടി വിരിച്ചിടുക. അല്ലാത്ത പക്ഷം മുടി നന്നായിട്ട് തന്നെ വാരി കെട്ടി വെക്കുക. അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ മുടി വിരിച്ചിട്ടിട്ട് എല്ലാവിടേക്കും പോകും. അതാണ് മുടി പൊട്ടിപ്പോകാനുള്ള ആദ്യത്തെ കാരണം. അപ്പോൾ നമ്മൾ ഒക്കേഷണലി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് തോന്നിയാൽ മുടി വിരിച്ചിടുക. അല്ലെങ്കിൽ മുടി മാക്സിമം എന്ത് ചെയ്യുക, ഉണക്കി കെട്ടി വെച്ച് പോകാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത് എട്ടാമത്തെ ടിപ്പ് എന്ന് പറയുമ്പോൾ, നമ്മൾ എണ്ണ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, ഇതുപോലെ തന്നെ എപ്പോഴും നമുക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എണ്ണയാണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യാം. നമ്മൾ എണ്ണ മന്ത്ലി മാറ്റിയത് കൊണ്ടൊന്നും മുടി വളരില്ല. നമ്മൾ ഡെയിലി നമുക്ക് ഈ ഒരു എണ്ണ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു എണ്ണ, ആ ഒരു ഷാമ്പു, അങ്ങനെ നമ്മൾ ഷാമ്പു ആയാലും എണ്ണ ആയാലും ഒരേ സാധനങ്ങൾ ഉപയോഗിക്കുക. നമ്മൾ മന്ത്ലി മാറ്റാതിരിക്കുക. ഇനി ലാസ്റ്റത്തെ ഒരു 2 ടിപ്പ്, നമ്മുടെ മുടിയിൽ പേന് അല്ലെങ്കിൽ താരൻ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് മുടിയെ നന്നായിട്ട് വെറുക്കാറുണ്ട്. ഈ താരനൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ മുടി നല്ല രീതിയിൽ കൊഴിയാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ പേന്, ഈര് ഇതൊക്കെ വരും. ഈ പെയിൻ ഈര് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം വരെ നമ്മുടെ മുടിയിൽ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അതൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പെയിനൊക്കെ വരുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളിങ്ങനെ മാന്തുമല്ലേ, ഇങ്ങനെ മാന്തുമ്പോൾ ആ നഖം തട്ടിയിട്ട് ആ മുടി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ പെയിന് വന്നാലും താരം വന്നാലും നമ്മളത് മാക്സിമം അതിനുള്ള റെമഡീസ് എടുക്കണം. ഇപ്പം ഞാൻ പെയിനിൻ്റെ കാര്യത്തിൽ എനിക്കറിയില്ല. എനിക്ക് കോളേജിൽ പഠിക്കുന്ന കാലത്ത് നല്ല രീതിയിൽ പെയിനും ഈരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മെഡിലൈസ്, അതായത് ഒരു ഓറഞ്ച് കളർ മൂടി വരുന്ന ഒരു മെഡിലൈസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അത് തേച്ചപ്പോൾ എൻ്റെ തലയിലുള്ള പെയിനും ഈരും ഒക്കെ തന്നെ പോയി. അടുത്തത് എൻ്റെ മുടിയിൽ വില്ലനായിട്ട് വന്നത് താരനായിരുന്നു.
അത്രയും താരൻ, അതായത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ചീർപ്പ് വെച്ച് വാരിയ ഇവിടെയൊക്കെ താരൻ, നമ്മൾ ഈ അഡ്വർടൈസ്മെന്റിലൊക്കെ കാണില്ല, അത്രയും താരൻ എൻ്റെ തലയിൽ വന്നിരുന്നു. അപ്പോൾ താരൻ പോകാനുള്ള റെമഡിയും നമ്മൾ നന്നായിട്ട് എടുക്കണം. അതായത് താരൻ എന്തെങ്കിലും വന്നു പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലെയറായി എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം വെച്ചിട്ട് നമ്മൾ തല കഴുകി കളയുക. ഇത് ഒരു പ്രാവശ്യം ചെയ്തത് കൊണ്ടൊന്നും താരം പോവില്ല. നമ്മൾ ഏകദേശം ഒരു 4 വീക്സ് അല്ലെങ്കിൽ 8 വീക്സ് ഒക്കെ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം പറഞ്ഞൊരു ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണം. നമ്മൾ വീക്കിലി 1 അവറെങ്കിലും ഹെയറിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ, അത് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. വീക്കിലി ഒരു 1 അവർ നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എണ്ണ, നമുക്ക് മുടി വളരുന്നില്ല, ഹെയർ ഗ്രോത്ത് കാണുന്നില്ല, ബേബി ഹെയർസ് വളരുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ മുടി ചിക്കലൊക്കെ കൈവച്ച് വേർപെടുത്തുക. അതിനുശേഷം ചീർപ്പ് വെച്ചൊക്കെ നന്നായിട്ട് വേർപെടുത്തുക. അതിനുശേഷം നമ്മുടെ എണ്ണ, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണയോ ആയിക്കോട്ടെ, ആ എണ്ണ എടുത്ത് കുറച്ച് കയ്യിലോ എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് ചൂടാക്കുക, ചെറിയൊരു ചൂട്. ആ ഒരു ഇളം ചൂടിൽ നമ്മൾ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ലെയറായി എടുത്ത് മസാജ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ. ആ ഒരു സമയം നമ്മൾ വീക്കിലി വൺസ് അങ്ങനെ ചെയ്യുമ്പോൾ നിറയെ എണ്ണ ഉപയോഗിക്കുക കേട്ടോ. എല്ലാവിടെയും ലെയറായി എടുത്ത് നന്നായി മസാജ് ചെയ്യുക. വീക്കിലി വൺസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്യുക. ഒരു 15-20 മിനിറ്റെങ്കിലും എടുത്ത് ലെയറായി എടുത്ത് നന്നായിട്ട് മുടി മസാജ് ചെയ്യുക. ശേഷം കുറച്ച് നേരം നമ്മൾ മുടി കെട്ടി വയ്ക്കുക. അതിനുശേഷം ഈ എണ്ണ അവിടെ തന്നെ വെക്കാൻ പാടില്ല. ആ എണ്ണ നമ്മൾ കഴുകി കളയണം. ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാക്ക് ഇട്ടിട്ട് നമുക്ക് കഴുകി കളയാം. അല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് ഷാമ്പു ഉപയോഗിച്ചിട്ട് ഷാമ്പു നീർവീര്യമാക്കിയിട്ട് കഴുകി കളയാം. ഒരിക്കലും ആ ഒരു എണ്ണ തലയിൽ തന്നെ വെക്കാനും പാടില്ല കേട്ടോ. എണ്ണയിട്ട് മസാജ് ചെയ്യുക, അതിനെ നമ്മൾ കഴുകിയും കളയുക. അപ്പം ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള എൻ്റെ ഒരു 10 ടിപ്സ്. ഇതെനിക്ക് യൂസ്ഫുൾ ആവുമോ എന്നുള്ളതൊന്നും അറിയില്ല. എൻ്റെ ഒരു ഹെയർ കെയർ ജേർണി എന്നാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. അതിൽ നിന്ന് എത്രയോ വ്യത്യാസമായിട്ടുണ്ട് എൻ്റെ ഇപ്പോൾ ഉള്ള ഹെയർ. സോ എൻ്റെ ഒരു ജേർണി എന്നാണ് ഞാൻ ഈ ഒരു ടിപ്സൊക്കെ അത് ഞാൻ വീണ്ടും പറയുന്നത്. ഇതിനെക്കാട്ടിലും കൂടുതൽ ടിപ്സ് ഷെയർ ചെയ്യുന്ന കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ കാണാൻ പറ്റും. പക്ഷെ ഇതെൻ്റെ ഒരു കുഞ്ഞു ടിപ്സാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.